എല്ലാവർക്കും മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നത് നമുക്കറിയാം, ഫെയിലിയർ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് മെറ്റീരിയൽസിൽ നമ്മൾ ഏകദേശം ടെൻസൈൽ ടെസ്റ്റിംഗ്, അതുപോലെ ഹാർഡ്നെസ് ടെസ്റ്റിംഗ്, റോക്ക്വെൽ ടെസ്റ്റ്, ബ്രിന്നൽ, വിക്കേഴ്സ് ടെസ്റ്റ്, ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു നമ്മൾ പഠിച്ച ടോപ്പിക്സ് ആയിരിക്കും. നമുക്കിനി അതിൽ ബാക്കി വരുന്നത് നമ്മുടെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് സെയിം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് നമ്മൾ പഠിച്ചു, അതിൻ്റെ അടുത്ത ടേം പറഞ്ഞാൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് അഥവാ NDT ആണ്. അതിൽ നമുക്ക് വിഷ്വൽ ഇൻസ്പെക്ഷനെ കുറിച്ചും മാഗ്നറ്റിക് പാർട്ടിക്കൽ ഇൻസ്പെക്ഷനെ കുറിച്ചും LPT അഥവാ ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിനെ കുറിച്ചും അൾട്രാസോണിക് ആൻഡ് റേഡിയോഗ്രഫി ടെസ്റ്റിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ശേഷം നമുക്ക് ഏറ്റവും അവസാനം വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ, അതുപോലെ നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ് എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്നൊക്കെ സാധാരണ രീതിയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ റോക്ക്വെൽ ടെസ്റ്റിംഗ് മെഷീൻ്റെ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഡക്റ്റൈൽ ഫ്രാക്ചർ, ബ്രിട്ടിൽ ഫ്രാക്ചർ, ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അഥവാ UTM, അതായത് നമ്മൾ ടെൻസൈൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ കംപ്രഷൻ ടെസ്റ്റൊക്കെ ചെയ്യുന്ന ആ ഒരു UTM നമ്മൾ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ രീതിയിലായിരിക്കണം നമ്മുടെ ഒരു ഫോക്കസ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നോക്കാനുള്ള ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ NDTയിൽ വരുന്ന നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് നമുക്കറിയാം, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? In this type of testing, the specimen or component does not break or destroyed. അല്ലേ, എന്തെയില്ല, NDT ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്പെസിമെൻ ചെക്ക് ചെയ്യാൻ പോകുന്ന സ്പെസിമെൻ അല്ലെങ്കിൽ വർക്ക് പീസ് എന്തെയില്ല, നമ്മളത് ബ്രേക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് വാസ് മെയ്ഡ്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സ്പെസിമെൻ നമ്മൾ എന്തിനാണോ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെസ്റ്റിങ്ങിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താണ്, അവിടെ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നില്ല, അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾസാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന വിഷ്വൽ ഇൻസ്പെക്ഷനും റേഡിയോഗ്രഫി ടെസ്റ്റിങ്ങും അൾട്രാസോണിക് ടെസ്റ്റിങ്ങൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത് ചിലപ്പോൾ 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ, അതായത് ടൈപ്സ് ഓഫ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകളുടെ പേരുകൾ, അതുപോലെ ടൈപ്സ് ഓഫ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റുകളുടെ പേരുകളൊക്കെ എക്സാമിന് സാധാരണ 3 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വെറുതെ കേട്ട് പോയാൽ മാത്രം പോരാ, നമുക്കതെല്ലാം നമ്മുടെ മനസ്സിൽ ഓർത്ത് വെക്കണം. വിഷ്വൽ ഇൻസ്പെക്ഷൻ ഉണ്ട്, റേഡിയോഗ്രഫി ടെസ്റ്റിംഗ് ഉണ്ട്, അൾട്രാസോണിക് ഉണ്ട്, ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആ ടെസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ പേരുകളൊക്കെ കൃത്യമായിട്ടും ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പറഞ്ഞുള്ള വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നൊരു ടെസ്റ്റാണ് ശരിക്കും വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഒരു ഇൻസ്ട്രുമെൻറ്റ്സോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. നമ്മൾ ചിലപ്പം അവിടെ മാഗ്നിഫൈങ് ഗ്ലാസ് അല്ലെങ്കിൽ ലെൻസ് പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഏതൊരു വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിന് വല്ല ഡയമെൻഷനിലോ അതിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അളവുകളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മളതിനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വല്ല ബെൻഡുണ്ടോ അല്ലെങ്കിൽ ചെരിവുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ നമ്മളെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനാണ് നമ്മൾ കോമൺ ആയിട്ട് വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, നോക്കാം ജസ്റ്റ്. Visual inspection is one of the most widely used NDT methods for the detection of discontinuities before they cause major problems. Example, പുവർ വെൽഡിങ്, സർഫസ് ഡിഫക്റ്റുകൾ, കൊറോഷൻ പിറ്റ്സ്, ജനറൽ കണ്ടീഷൻ, ഡീഗ്രഡേഷൻ, ബ്ലോക്കേജസ് ആൻഡ് ഫോറിൻ മെറ്റീരിയൽസ്. നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിഷ്വലി ഏറ്റവും ഈസി ആയിട്ട് ഒരു മെറ്റീരിയലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ആ വെൽഡിങ്ങിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഡിഫക്റ്റുകളൊക്കെ നമുക്ക് വിഷ്വലി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ അതിൽ ചിലപ്പം ഒരുപാട് ഹീറ്റ് കാരണം ചിലപ്പോൾ കൂടുതലായിട്ട് മെൽറ്റ് ആവുകയും, അതുപോലെ ചിലപ്പോൾ അതിൻ്റെ ഒരു വെൽഡഡ് ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് കുറയാനൊക്കെ ചാൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വിഷ്വലി നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വിഷ്വൽ ഇൻസ്പെക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ നേക്ഡ് ഐ ഓർ യൂസിങ് എ മാഗ്നിഫൈങ് ഗ്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് നേക്ഡ് ഐ, നമുക്ക് പ്രത്യേകിച്ച് ഒരു ലെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ പ്യൂർ ഐ ഉപയോഗിച്ച് മാത്രം നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. It is simplest, fastest and most commonly employed
ബട്ട് ഇറ്റ് നീഡ്സ് ഗ്രേറ്റർ സ്കിൽ ടു ലൊക്കേറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ഡിഫറൻറ്റ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെസ്റ്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും പെട്ടെന്ന് അവർക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കർക്കായിരിക്കും ആ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് അറിയുന്ന ഒരു സംഭവമാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതുപോലെ ഇനിയും കുറച്ചും കൂടി പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ നമുക്ക് എഴുതാൻ പറ്റിയ പോയിൻറ്റ്സ് ആണ്. ജനറലി ഓൾമോസ്റ്റ് എനി സ്പെസിമെൻ ക്യാൻ ബി വിഷ്വലി എക്സാമിൻഡ് ടു ഡിറ്റർമിൻ ദ ആക്യുറസി ഓഫ് ഇറ്റ്സ് ഫാബ്രിക്കേഷൻ. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വിഷ്വലി നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു സ്പെസിമെനും നമുക്ക് വിഷ്വലി ഈസി ആയിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റും. ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ആക്യുറസി നമ്മൾ ആ ചെയ്യുന്ന ആ ഒരു ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന ആ ഒരു ആക്യുറസിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കണ്ടെത്താനും പറ്റും. ഫോർ എക്സാമ്പിൾ, വിഷ്വൽ ഇൻസ്പെക്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ വെദർ ദ പാർട്ട് വാസ് ഫാബ്രിക്കേറ്റഡ് ടു ദ കറക്റ്റ് സൈസ്. അല്ലേ, ഇപ്പോൾ നമ്മൾ വിഷ്വൽ ഇൻസ്പെക്ഷൻ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു കാര്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഡ്രസ് വർക്ക് എന്തെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് കറക്റ്റ് സൈസാണോ, അതുപോലെ തന്നെ വെദർ ദ പാർട്സ് ഈസ് കംപ്ലീറ്റ്, നമ്മൾ ആ പാർട്സ് കംപ്ലീറ്റ് ആയിട്ടും കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, ഓർ വെദർ ഓൾ ഓഫ് ദ പാർട്സ് ഹാവ് ബീൻ അപ്രോപ്രിയേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ ഡിവൈസ്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പാർട്സുകളും കൃത്യമായിട്ടും ആ ഡിവൈസിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടാണോ നിൽക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വലി നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഹ്യൂമൻ ഐ ഈസ് ദ മോസ്റ്റ് വാല്യൂബിൾ എൻ ഡി ടി ടൂൾ. അല്ലേ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഹ്യൂമൻ ഐ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സെൻസിറ്റിവിറ്റി ഓഫ് ദ ഹ്യൂമൻ ഐ വാരീസ് അക്കോർഡിംഗ് ടു ദ ലൈറ്റ് സോഴ്സ്. അല്ലേ, അതുപോലെ നമുക്കറിയാം നമ്മളൊരു വിഷ്വലി ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നല്ലൊരു ലൈറ്റിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ആണല്ലേ, ഒരു അത്യാവശ്യം വെളിച്ചുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ വിഷ്വലി നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ ലൈറ്റിൻ്റെ സോഴ്സ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ഐൻ്റെ ആ ഒരു എന്താ പറയുക, ഹ്യൂമൻ ഐൻ്റെ നമുക്ക് ചിലപ്പം കാഴ്ചക്കുറവുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നല്ലൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ച ഉള്ള ആളുകൾക്കായിരിക്കും ഇതുപോലെ നമുക്ക് വിഷ്വൽ ഇൻസ്പെക്ഷനൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കുക. ഹ്യൂമൻ ഐ ഹാസ് ആൻ എക്സലൻറ്റ് വിഷ്വൽ പെർസെപ്ഷൻ. ടൂൾസ് യൂസ്ഡ് ഇൻ വിഷ്വൽ ഇൻസ്പെക്ഷൻ മിറർ, മാഗ്നിഫയിങ് ഗ്ലാസ്, മൈക്രോസ്കോപ്പ്. പറഞ്ഞ പോലെ മാഗ്നിഫയിങ് ഗ്ലാസ്സുകളോ അതല്ലെങ്കിൽ മൈക്രോസ്കോപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ ഇൻസ്പെക്ഷന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എൻ ഡി ടി ടൂളാണ് നമ്മുടെ വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടെസ്റ്റാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ ടെസ്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ കുറച്ച് അതിൻ്റെ അപ്ലിക്കേഷൻസും അതുപോലെ ലിമിറ്റേഷൻസൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് അത് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ സാധാരണ രീതിയിൽ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ എൻ ഡി ടിയിൽ വരാറുള്ളത് ഈ ഒരു നമ്മുടെ ഇനി പഠിക്കാനുള്ള അൾട്രാസോണിക് ടെസ്റ്റ് അല്ലെങ്കിൽ LPT, അതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ടും കൂടുതലായിട്ടും എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ടെസ്റ്റിലേക്ക് പോകാം, അതായത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനാണ്. ഓക്കെ, ഇതും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ മെത്തേഡാണ്. അപ്പോൾ നോക്കാം, ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് വായിച്ച് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ടെസ്റ്റിംഗ് ഓഫ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് വിച്ച് ക്യാൻ ബി ഈസിലി മാഗ്നറ്റൈസ്ഡ്. അപ്പോൾ നമുക്ക് ഈസിലി മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫെറോ മാഗ്നറ്റിക്, അതായത് അയൺ കണ്ടൻ്റ് ഉള്ള മെറ്റീരിയൽസ് ആണ്, അല്ലെങ്കിൽ അയൺ കണ്ടൻ്റ് ഉള്ള ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കാം. അപ്പം എന്തായിരിക്കണം, നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെസിമെൻ നിർബന്ധമായിട്ടും ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടെസ്റ്റ് അതിൻ്റെ മേലെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. capable of detecting flaws open to surface and just below the surface. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, capable of detecting. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ടെസ്റ്റിൽ നമുക്ക് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ പറ്റുക നമ്മുടെ ഒരു സർഫസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ക്രാക്കുകൾ, അല്ലെങ്കിൽ സർഫസിൻ്റെ ജസ്റ്റ് താഴെയുള്ള ക്രാക്കുകൾ, അതിൽ ചെറിയ ചെറിയ ഫ്ലോസ്, അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഡിഫക്ട്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ഇതിന് ഈ ഒരു മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ഉപയോഗിച്ച് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, ദ MPI എക്യുപ്മെൻറ്റ്, MPI എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം ആട്ടോ, MPI. MPI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനാണ്. ദ MPI മെത്തേഡ് ഈസ് used to inspect a variety of product forms including castings, forgings and weldments. അപ്പോൾ നമുക്ക് MPI മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, കാസ്റ്റിങ്സിലും ഫോർജിങ്സിലും വെൽഡ്മെൻറ്റ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണെന്ന് ഉറപ്പ് വരുത്തണം. Many different industries use MPI such as structural steel, automotive, petrochemical, power generation and aerospace industries. അപ്പോൾ നമ്മുടെ MPI യൂസ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻ ലെവലുകളാണ് പറഞ്ഞിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ നമുക്കിനി ഇതിൽ വരുന്നത് നമ്മുടെ ആ ഒരു എങ്ങനെയാണ് നമ്മൾ MPI അഥവാ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു 3 പോയിൻറ്റ്സിലാണ് പറയുന്നത്, ശ്രദ്ധിക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ഈസ് ടു മാഗ്നറ്റൈസ് ദ കോമ്പോണൻറ്റ്. അപ്പോൾ
നമ്മുടെ ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്പെസിമെൻ മാഗ്നറ്റൈസ് ചെയ്യാം. ദാറ്റ് ഈസ് ടു ബി ഇൻസ്പെക്റ്റഡ്. നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് സ്പെസിമെൻ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം മാഗ്നറ്റൈസ് ചെയ്യാം. ഇഫ് എനി ഡിഫക്ട്സ് ഓൺ ഓർ നിയർ ദ സർഫസ് ആർ പ്രസൻറ്റ്, ദ ഡിഫക്ട്സ് വിൽ ക്രിയേറ്റ് എ ലീക്കേജ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ ഒരു സ്പെസിമെനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ സ്പെസിമെൻ്റെ മേലെ സർഫസിലൊക്കെ ചെറിയ ചെറിയ ക്രാക്കുകളും ഇങ്ങനെ ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ ഉണ്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രാക്കുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, നമ്മളിതിൽ ഇലക്ട്രിക് കറണ്ട് കൊടുത്ത് നമ്മളിതിനെ മാഗ്നറ്റൈസ് ചെയ്യും. അപ്പോൾ ക്രാക്കുകൾ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും, നമുക്ക് സാധാരണ അറിയുന്നതാണ്, ഇപ്പോൾ രണ്ട് മാഗ്നറ്റിക്, ഇതൊരു മാഗ്നറ്റാണ്, ഇത് വേറൊരു മാഗ്നറ്റാണ് വിചാരിക്കുക. അതിനൊരു നോർത്ത് പോളും അതുപോലെ സൗത്ത് പോളും ഉണ്ടായിരിക്കും. ഇതിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതേപോലെ ഈ സൗത്തും നോർത്തും വരുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, അവിടെ അട്രാക്ഷൻ സംഭവിക്കുകയുള്ളൂ അല്ലേ. എന്നാൽ ഇവിടെ വേറെ ടച്ച് സ്പെസിഫിക് ഉണ്ടെങ്കിൽ നമ്മൾ നോർത്തും സൗത്തും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, സെയിം ആവുമ്പോൾ എന്തായിരിക്കും, അത് റിപ്പൽ ചെയ്യും അല്ലേ, അട്രാക്ട് ചെയ്യൽ റിപ്പലാണ് ചെയ്യുക. അപ്പോൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് വിചാരിക്കുക അല്ലേ. ക്രാക്ക് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക, കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഇത് വലിയൊരു സ്പെസിമെനാണ് വിചാരിക്കുക. ജസ്റ്റ് ഒറ്റ ക്രാക്ക് മാത്രം കാണിക്കാം ഇവിടെ. അപ്പോൾ ഇത്രയും ഇവിടെ ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്രാക്ക് ഉണ്ടായാൽ ഇവിടെ ഒരു എന്തെങ്കിലും ഡിഗ് ചെയ്ത പോലെ ചെറിയൊരു കുഴി രൂപപ്പെട്ടു അല്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തായി മാറും, ഇത് നോർത്താണെങ്കിൽ ഇവിടെ സൗത്തും അതുപോലെ ഇവിടെ നോർത്തും ഇത് സൗത്തും ആയി മാറും അല്ലേ. നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ കോമൺ ആയിട്ട് ഇത് വലിയൊരു ഒറ്റ പീസാണെങ്കിൽ നമുക്കറിയാം, ഒരു ഇത് നോർത്താണെങ്കിൽ ഈ എൻഡ് സൗത്ത് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്കൊരു ക്രാക്ക് വന്നത് സംഭവിക്കുകയാണ്. ക്രാക്ക് വരുമ്പോൾ ഇത് സൗത്താവും അല്ലേ, ഈ ക്രാക്കിൻ്റെ എൻഡ് സൗത്തായി. അതേപോലെ ഈ ക്രാക്കിൻ്റെ അതർ എൻഡ് എന്ത് ചെയ്യും, അത് നോർത്താവും, കാരണം ഇവിടെ ഓൾറെഡി സൗത്താണ്, സൗത്ത് പോളാണ്. സോ എന്തായിരിക്കും, ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ ആലോചിച്ച് നോക്കുക, അപ്പോൾ ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്യും, ഈ ഗ്യാപ്പിൽ ശരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ വല്ല അയണിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് എനി ഡിഫക്ട്സ്, ആ പോയിന്റ് നോക്കുക, ഇഫ് എനി ഡിഫക്ട്സ് ഓൺ ഓർ നിയർ ദ സർഫസ് ആർ പ്രസൻറ്റ്, ദി ഡിഫക്ട്സ് വിൽ ക്രിയേറ്റ് എ ലീക്കേജ് ഫീൽഡ്. ഇപ്പോൾ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു ലീക്കേജ് ഫീൽഡ് അല്ലേ, ഇവിടെ നോർത്തും ഇവിടെ സൗത്ത് ആകുമ്പോൾ അതിനകത്തേക്ക് ഒരു അട്രാക്റ്റീവ് ഫീൽഡാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ആഫ്റ്റർ ദ കോമ്പണന്റ് ഹാസ് ബീൻ മാഗ്നറ്റൈസ്ഡ്, അയൺ പാർട്ടിക്കിൾസ് either in a dry or wet suspended form are applied to the surface of the magnetized part. ശേഷം എന്ത് ചെയ്യും, നമ്മൾ മാഗ്നറ്റൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ അയൺ പാർട്ടിക്കിൾസ്, ചിലപ്പോൾ അയൺ പൗഡർ ആയിട്ടോ അല്ലെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സെമി ഡ്രൈ ഫോമിലോ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ദ പാർട്ടിക്കിൾസ് വിൽ ബി അട്രാക്റ്റഡ് ആൻഡ് ക്ലസ്റ്റർ അറ്റ് ദ ഫ്ലക്സ് ലീക്കേജ് ഫീൽഡ്സ്, thus forming a visible indication that the inspection can detect. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു, അതിനകത്തൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നോർത്തും സൗത്തും ഉള്ള കാരണം എന്ത് ചെയ്യും, അതിനകത്തേക്ക് ആ ഒരു അയൺ പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്യുകയും അത് ആ അട്രാക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഡിഫക്ട്സ് നമുക്ക് കണ്ടെത്താനും പറ്റും. അപ്പോൾ ഈ ഒരു മെത്തഡാണ് നമ്മുടെ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കി വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ മതി, മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ ഈ ക്രാക്കിനകത്ത് എന്ത് ചെയ്യും, അവിടെ നോർത്തും സൗത്തും ആകുമ്പോൾ അതിനകത്തേക്ക് അട്രാക്റ്റീവ് ഫീൽഡ് ഉണ്ടാവും. സോ അവിടെ ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന അയൺ പൗഡറോ അല്ലെങ്കിൽ അയണിൻ്റെ ഒരു സസ്പെൻഡഡ് ഫോം എന്ത് ചെയ്യും, അതിനകത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാം, അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ക്രാക്കോ ഫ്ലോസ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അത്ര ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ടെസ്റ്റിനെ കുറിച്ച്, ടെസ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ മനസ്സിലാക്കി വെക്കുക. അഡ്വാൻറ്റേജസും അതിൻ്റെ ലിമിറ്റേഷനൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഒരു തവണ ജസ്റ്റ് വായിച്ച് വെക്കാൻ മതി, ജസ്റ്റ് ഒന്നിങ്ങനെ അറിഞ്ഞു വെക്കുക. ഓക്കെ, എക്സാമിനൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കുന്നത് അൾട്രാസോണിക് ആ ഒരു മേഖലയിലേക്കാണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നത് ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിംഗ് ആണ്. ഇതും ഒരു ഈസി മെത്തേഡ് ഓഫ് ടെസ്റ്റാണ്. അപ്പോൾ ഇതിനും ആ പ്രൊസീജിയർ മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ സാധാരണ ഇതിൻ്റെ ഷോർട്ട് ഫോമിൽ LPT എന്ന് പറയാറുണ്ട്. ഇതൊന്നും ഒരുപക്ഷെ നിങ്ങളൊക്കെ MT ലാബിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ LPT ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ് അല്ലേ. ഏറ്റവും കൂടുതലായിട്ടും ഏറ്റവും പഴയതുമായിട്ടുള്ള ഒരു നോൺ NDT മെത്തേഡാണ് നമ്മുടെ LPT എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡൈ പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരാണ് ഡൈ പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ. ഇത് പെനിട്രൻസ് ആർ മിക്സ്ചേഴ്സ് ഓഫ് ഓർഗാനിക് സോൾവെൻറ്റ്സ്
which are characterized their ability to wet materials, spread rapidly and penetrate into minute particles. Developer is a good absorbent material capable of drawing traces trapped penetrants from the discontinuities back into surfaces. അപ്പോൾ ഒന്നുമില്ല, ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രൊസീജിയർ മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട് ശ്രദ്ധിക്കുക. അതായത് ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് സ്പെസിമെൻ. അപ്പോൾ അതിൻ്റെ മേലെ ഇവിടെ കാണുന്ന പോലെ ഒരു ക്രാക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ചെയ്യേണ്ട കാര്യം ആ ടെസ്റ്റ് സ്പെസിമെൻ നമ്മൾ ഒരു ക്ലീനർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ക്ലീനാക്കി എടുക്കുക. ക്ലീനർ ഇവിടെ അപ്ലൈ ചെയ്ത് കാണുന്നുണ്ടായിരിക്കും, ബ്ലൂ കളറിൽ ക്ലീനർ അപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യുക, നീറ്റായിട്ട് അത് ക്ലീൻ ചെയ്യാം. ശേഷം അതിനെ എന്ത് ചെയ്യുക, റിമൂവ് ഓൾ ക്ലീനർ ആൻഡ് ലെറ്റ് ഡ്രൈ. എന്ത് ചെയ്യുക, ക്ലീനർ മൊത്തം നമ്മൾ നീറ്റായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ ഡ്രൈ ആക്കുക. ശേഷം നമ്മൾ പെനിട്രൻറ്റ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ പെനിട്രൻറ്റ് ഒരു ഡൈ ആയിരിക്കും, അതിൽ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം സാധാരണ ഇതിൽ റെഡൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. ഇവിടെ കാണുന്ന പോലെ ആ ഡൈ പെനിട്രൻറ്റ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യാം. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ റിമൂവ് എക്സസ് ഓഫ് പെനിട്രൻറ്റ് ഫ്രം സർഫസ്. എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ മേലെ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ റെഡിൽ കാണുന്ന പോലെ മേലെ ഓവറായിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന ഡൈ എന്ത് ചെയ്യുക, അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക. ഇവിടെ കാണുന്ന പോലെ ക്ലീൻ ചെയ്യാം. ശേഷം ക്ലീൻ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ കാണുന്ന പോലെ ഇവിടെ ഉണ്ടായിരുന്ന ക്രാക്കിനകത്തേക്ക് ആ ഡൈ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി എന്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഡെവലപ്പർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതും ഒരു ലിക്വിഡാണ്. അതെന്ത് ചെയ്യുക, നമ്മൾ സ്പ്രേ രൂപത്തിൽ നമ്മുടെ ഈ ഒരു വർക്ക് പീസിൻ്റെ മേലേക്ക് നമ്മൾ അപ്ലൈ ഡെവലപ്പർ. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ വെയിറ്റ് ഫോർ എ ബെറ്റർ ഇൻ്റർസെപ്ഷൻ. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഇതേപോലെ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തായിരിക്കും ഇതേപോലെ ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള ഡൈ എന്ത് ചെയ്യും, പുറത്തേക്ക് അബ്സോർബ് ചെയ്യും. ഡൈയിനെ ഈ അബ്സോർബർ എന്ത് ചെയ്യും, പുറത്തേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ കളർ മാറുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ആ ഒരു ഡിഫക്റ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ലിക്വിഡ് പെനിട്രൻറ്റ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ബോട്ടിൽ ക്ലീനറും പെനിട്രൻറ്റും ഡെവലപ്പറും ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലൊക്കെ പോലത്തെ ബോട്ടിലാണ്ടായിരിക്കാം, നമുക്ക് സ്പ്രേ രൂപത്തിലാണ് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യുക, അതിനെ ഡ്രൈ ആക്കുക. ശേഷം പെനിട്രൻറ്റ് അപ്ലൈ ചെയ്ത പെനിട്രൻറ്റ് നമ്മൾ എക്സസ് ഉള്ളത് റിമൂവ് ചെയ്യുക. അപ്പോൾ അവിടെ കാണുന്ന പോലെ ഇതിൻ്റെ അകത്ത് ചെറിയ ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. ശേഷം സമയം കുറച്ച് വെയിറ്റ് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഡെവലപ്പർ ഇതേപോലെ ബോട്ടിലുണ്ടാവും, ഡെവലപ്പർ അപ്ലൈ ചെയ്യാം. ഡെവലപ്പർ അപ്ലൈ ചെയ്ത് സംഭവിക്കുക വെച്ചാൽ ഇവിടെ കാണുന്ന പോലെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ള ഡൈ എന്ത് ചെയ്യും, പുറത്തേക്ക് മേലോട്ട് റൈസ് ചെയ്ത് വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഡിഫക്റ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതാണ് നമ്മുടെ LPTൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരച്ച് വെക്കുക. ശേഷം ഈ പറഞ്ഞ പോലെ ആ ഒരു വർക്കിംഗ് പ്രൊസീജിയർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു സ്കോർ വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഒക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിൾ പോയിൻറ്റ്സ് ആണ്. എന്ത് ചെയ്യാം, അത് വായിച്ച് നോക്കുക. നമുക്ക് ഇനി നോക്കാനുള്ളത് നമുക്ക് അൾട്രാസോണിക് ഇൻസ്പെക്ഷനും അതുപോലെ തന്നെ അതിൽ വരുന്നതാണ് നമ്മുടെ പൾസ് എക്കോ സിസ്റ്റം, അല്ലെങ്കിൽ NDT വരുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ അൾട്രാസോണിക് ടെസ്റ്റിംഗ്. അപ്പോൾ അതിൽ വരുന്നൊരു ഭാഗമാണ് പൾസ് എക്കോ സിസ്റ്റം. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ശേഷം നമുക്ക് റേഡിയോഗ്രാഫി ടെസ്റ്റിനെ കുറിച്ച്, നമ്മുടെ എക്സ്റേ ടെസ്റ്റിനെ കുറിച്ചും പഠിക്കാനുണ്ട്. ഓക്കെ, അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവില്ല, ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരിക്കും പഠിക്കേണ്ടതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.